രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഒരു അസാധാരണ പ്രതിഭ ഇന്ന് കോൺഗ്രസിന്റെ പരിപാടിയിൽ പങ്കെടുത്തല്ലോ. രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു എംപിയുടെ മകളെ അപമാനിച്ച് പീഡിപ്പിച്ച കോൺഗ്രസ് നേതാവ്, മന്ത്രിമാരുടെയും കോൺഗ്രസ് നേതാക്കന്മാരുടെയും ഭാര്യമാരെയും മക്കളെയും പെൺമക്കളെയും കേരളത്തിൽ ഓടി നടന്ന് അപമാനിച്ചുകൊണ്ടിരിക്കുന്ന നികൃഷ്ടനായിട്ടുള്ള ഒരു വ്യക്തി MLA ആണ്. അയാളെ കൊണ്ട് MLA സ്ഥാനം രാജിവെപ്പിക്കാനുള്ള ചങ്കൂറ്റം ഈ കെ മുരളീധരനോ KPCCക്കോ ഉണ്ടായില്ലല്ലോ. അയാളെ ഇന്നും കോൺഗ്രസ് വേദികളിൽ ചുമന്നുകൊണ്ട് നടക്കുകയില്ലേ ഈ നാണം കെട്ട കോൺഗ്രസ്? എന്നിട്ടാണോ BJPയെ വിമർശിക്കാനായിട്ട് ഈ കോൺഗ്രസ് നേതാക്കന്മാർ വന്നുകൊണ്ടിരിക്കുന്നത്? ഇവർക്ക് എന്താണ് ധാർമ്മികമായ അധികാരം BJPയെ വിമർശിക്കാൻ? നിലമ്പൂരിലെ കോൺഗ്രസ് ഓഫീസിൽ ഒരു പാവപ്പെട്ട സ്ത്രീയെ കൊന്ന് ചാക്കിക്കെട്ടിവെച്ചത് കെ മുരളീധരൻ മറന്നുപോയോ? ഒരു കോൺഗ്രസ് വനിതാ നേതാവിനെ കൊന്ന് ചാക്കിൽ കെട്ടിവെച്ചത് കെ മുരളീധരൻ മറന്നോ? ഇങ്ങനെ ചാരിത്ര്യ പ്രസംഗം നടത്തരുതേ മുരളീധര, പലതും വിളിച്ചു പറയേണ്ടി വരും. KPCC കോൺഗ്രസിനെ വഞ്ചിച്ച് DIC ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങളുടെ നേതാക്കന്മാർ KPCC ഓഫീസിൽ നടക്കുന്നത് അനാശാസ്യമാണ് എന്ന് പറഞ്ഞ നേതാവിന്റെ പേരും കെ മുരളീധരൻ ഉണ്ണിത്താനും ഒക്കെയാ. അവിടെ വെച്ചിരിക്കുന്ന ബക്കറ്റും വെള്ളത്തിനും എന്തൊക്കെ പരിപ്രേക്ഷ്യമാണ്, KPCC ഓഫീസിൽ വെച്ചിരിക്കുന്ന ബക്കറ്റിനും വെള്ളത്തിനും എന്ത് പരിപ്രേക്ഷ്യമാണ് നിങ്ങളുടെ അന്നത്തെ നിങ്ങൾ നൽകിയത്? നാണമുണ്ടോ നിങ്ങൾക്ക് BJP വിമർശിക്കാൻ? സ്വന്തം പാർട്ടിക്കാരെ കുരുതി കൊടുക്കുന്ന, സ്വന്തം പാർട്ടിക്കാരെ കൊലയ്ക്ക് കൊടുക്കുന്ന, സ്വന്തം പാർട്ടി ഓഫീസ് വ്യഭിചാര കേന്ദ്രമാണ്, KPCC ഓഫീസ് വ്യഭിചാര കേന്ദ്രമാണെന്ന് പറയുന്ന ഈ നേതാക്കന്മാരാണോ BJPയെ വിമർശിക്കാൻ വരുന്നത്? അതുകൊണ്ട് ഞങ്ങളെ വിമർശിക്കാൻ വന്നാൽ ഞങ്ങൾക്ക് പലതും പറയേണ്ടി വരുമെന്ന് കെ മുരളീധരനോടും KPCCയോടും CPMനെയും ഓർമ്മിപ്പിക്കാൻ BJP ആഗ്രഹിക്കുക. ഇനി കമ്മ്യൂണിസ്റ്റുകാർക്കോ 51 വെട്ടുവെട്ടി സ്വന്തം സഖാവിനെ കൊന്നപ്പോ ഈ കമ്മ്യൂണിസ്റ്റുകാരുടെ എന്ത് ന്യായമാ പറയാനുണ്ടായിരുന്നത്? മാഷാ അല്ലാ എന്ന് എഴുതി വെച്ച സ്റ്റിക്കർ ഒട്ടിച്ച കാർ വിട്ടല്ലേ കൊന്നത് TP ചന്ദ്രശേഖരനെ? പിണറായി വിജയനേക്കാളും കരുത്തുറ്റ സഖാവല്ലായിരുന്നോ TP ചന്ദ്രശേഖർ? അദ്ദേഹത്തിനെ കൊന്നില്ലേ നിങ്ങൾ? സ്വന്തം സഖാവല്ലേ? BJPക്കാരും RSS പ്രവർത്തകരും അങ്ങനെ ഏതെങ്കിലും സഹപ്രവർത്തകർക്കെതിരെ ഇത്തരത്തിൽ നീങ്ങിയതായിട്ട് നിങ്ങൾ കേരള ചരിത്രത്തിൽ എന്തെങ്കിലും കാണിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ? ഇന്ത്യയിൽ എന്തെങ്കിലും കാണിക്കാൻ സാധിക്കുമോ? പത്തനംതിട്ടയിലെ അടൂരിൽ DYFI നേതാവ് സഖാവ് ജോയൽ എങ്ങനെയാണ് മരിച്ചത്? സഖാക്കന്മാരെ ശിവൻകുട്ടിയോടാ ചോദിക്കും, മന്ത്രി ശിവൻകുട്ടിയോടാ ചോദിക്കുന്നത്. DYFI നേതാവിനെ കൊടും കൊലപാതകമല്ലേ നടത്തിയത്? പോലീസിനെ കൊണ്ട് കള്ളക്കേസിൽ കുടുക്കി മർദ്ദിപ്പിച്ച് കൊലപ്പെടുത്തിയതല്ലേ DYFI നേതാവിനെ? ആ ശിവൻകുട്ടിയാണോ BJPയുമായിട്ട് നേരിട്ട് ബന്ധമില്ലാത്ത ഒരാൾ ആത്മഹത്യ ചെയ്ത സമയത്ത് ഷോ കാണിക്കുന്നത്? അതിനെ രാഷ്ട്രീയമായിട്ട് നീചമായിട്ട് മുതലെടുക്കാൻ ശ്രമിക്കുന്ന മന്ത്രി ശിവൻകുട്ടി ഇതിനുത്തരം പറയണ്ടേ? CPMന്റെ ഓഫീസിൽ യുവതി ആത്മഹത്യ ചെയ്തത് ഇനി ശിവൻകുട്ടിയെ ഞങ്ങൾ ഓർമ്മിപ്പിക്കണോ? CPMന്റെ ഓഫീസിലല്ലേ ഒരു യുവതി ആത്മഹത്യ ചെയ്തത്? അതുകൊണ്ട് ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ, ഞങ്ങൾക്ക് വേണമെങ്കിൽ ഈ സംഭവങ്ങൾ നടക്കുന്ന സമയത്ത് ആ ശവശരീരങ്ങൾ വെച്ച് CPMനെയും കോൺഗ്രസിനെയും ഞങ്ങൾക്കും ഇതുപോലെ അധിക്ഷേപിക്കാമായിരുന്നു, ആക്ഷേപിക്കാമായിരുന്നു, അപമാനിക്കാമായിരുന്നു. പക്ഷെ മരിച്ചു വീഴുന്ന ഏത് പാർട്ടിക്കാരനാണെങ്കിലും മരിച്ചു വീഴുന്ന പ്രവർത്തകരുടെ ശവശരീരവും ആത്മാവിനെയും വെച്ച് രാഷ്ട്രീയം കളിക്കുന്ന സംസ്കാരം BJPക്കില്ല. BJPക്കെതിരായിട്ടുള്ള കുപ്രചരണങ്ങളാക്കാനും ആരോപണങ്ങൾ ഉന്നയിക്കാനും BJPക്കെതിരെ അധിക്ഷേപം ചൊരിയാനുമുള്ള വേദിയാക്കി ബഹുമാന്യരായിട്ടുള്ള മാധ്യമപ്രവർത്തകരും അതോടൊപ്പം തന്നെ ഉത്തരവാദിത്വപ്പെട്ട രാഷ്ട്രീയ പ്രവർത്തകരും മാറ്റരുതേ എന്ന് അഭ്യർത്ഥിക്കുകയാണ്. BJP കേവലമായിട്ടുള്ള രാഷ്ട്രീയവും ഇത്തരത്തിലുള്ള വിവാദങ്ങളുമല്ല തിരുവനന്തപുരത്തും കേരളത്തിലും പറയുന്നത്. BJP പറയുന്നത് വികസിത അനന്തപുരിയെക്കുറിച്ചാണ്, വികസിത കേരളത്തെക്കുറിച്ചാണ്. അങ്ങനെ BJP വികസിത അനന്തപുരിയെക്കുറിച്ച് പറയുമ്പോൾ, വികസിത തൃശൂരിനെക്കുറിച്ച് പറയുമ്പോൾ, വികസിത കേരളത്തിനെക്കുറിച്ച് പറയുമ്പോൾ കഴിഞ്ഞ 70 വർഷക്കാലമായിട്ട് ഇടതുപക്ഷത്തിന്റെയും വലതുപക്ഷത്തിന്റെയും പിടിപ്പുകേടിന്റെ ഫലമായിട്ട് ദുരന്തമനുഭവിക്കുന്ന കേരളത്തിലെ മുഴുവൻ ജനതയും
ശ്രീ രാജീവ് ചന്ദ്രശേഖർ പറയുന്ന വികസിത കേരളത്തിനോടൊപ്പം ജാതിക്കും മതത്തിനും രാഷ്ട്രീയത്തിനു പോലും അതീതമായി വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. ഈ സാഹചര്യം ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർക്കും കോൺഗ്രസുകാർക്കും ദഹിക്കുന്നില്ല. ഞങ്ങളുടെ സ്ഥാനാർത്ഥി പട്ടിക, ഒന്നാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക തിരുവനന്തപുരത്ത് പ്രഖ്യാപിക്കപ്പെട്ടതോടുകൂടി തന്നെ ബിജെപിക്ക് തിരുവനന്തപുരത്ത് മേൽക്കൈ ലഭിച്ചു. ആ സ്ഥാനാർത്ഥി പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള പ്രമുഖ വ്യക്തിത്വങ്ങൾ, സാധാരണ പ്രവർത്തകർ, പൊതുരംഗത്ത് സജീവമായിട്ട് നിൽക്കുന്ന ബഹുമുഖ പ്രതിഭകൾ എല്ലാവരെയും ഉൾപ്പെടുത്തുന്ന തിരുവനന്തപുരത്ത് ഇന്നേ വരെ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി പട്ടികയാണ് ബിജെപി പ്രഖ്യാപിച്ചത്. ആ പ്രഖ്യാപിച്ചതോടുകൂടി തന്നെ അനന്തപുരി ബിജെപിയെ സ്വീകരിക്കുമെന്നുള്ളൊരു പ്രതീതി ഉയർന്നു വന്നു കഴിഞ്ഞു. അതിൽ നിന്നുള്ള അങ്കലാപ്പാണ് കെ മുരളീധരനും അതോടൊപ്പം തന്നെ മന്ത്രി ശിവൻകുട്ടിയുമൊക്കെ ബിജെപിക്കെതിരെ കെട്ടുകഥകൾ ഉണ്ടാക്കാനും അധിക്ഷേപ വാക്കുകൾ ചൊരിയാനും കാരണമാകുന്നത്. അതിൽ നിന്നുള്ള വിഭ്രാന്തിയാണ് എന്ന് പറയാൻ ബിജെപി ആഗ്രഹിക്കുകയാണ്. ഇവിടെ ശ്രീ കെ മുരളീധരൻ വളരെ നികൃഷ്ടമായ ഭാഷയിലാണ് ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖരനെ അധിക്ഷേപിക്കാൻ ശ്രമിക്കുന്നത്. കെ മുരളീധരനോട് ഞാൻ പറയുന്നു, കെ മുരളീധരനും അദ്ദേഹത്തിന്റെ ശിങ്കിടിയായിട്ടുള്ള ഇവിടെ ഒരു വാർഡിൽ ജയിക്കാൻ വേണ്ടി വാർഡിൽ മത്സരിച്ച് ദയനീയമായ തോൽവിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു യുവ നേതാവുമുണ്ട്. ഈ രണ്ട് നേതാക്കന്മാരോടും ബിജെപി പറയുന്നു, രാജീവ് ചന്ദ്രശേഖർ അച്ഛന്മാരുടെ തണലിൽ രാഷ്ട്രീയ നേതാവായിട്ടുള്ള വ്യക്തിയല്ല. രാജീവ് ചന്ദ്രശേഖർ കേരള രാഷ്ട്രീയത്തിലേക്ക് വന്നത് കിങ്ങിണിക്കുട്ടനായിട്ടല്ല. രാജീവ് ചന്ദ്രശേഖർ കേരള രാഷ്ട്രീയത്തിലേക്ക് വന്നത് ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു ടെക്നോക്രാറ്റ് എന്ന പ്രശസ്തിയോടുകൂടിയാണ്. രാജീവ് ചന്ദ്രശേഖർ കേരള രാഷ്ട്രീയത്തിലേക്ക് വന്നത് 18 വർഷം ഇന്ത്യയുടെ രാജ്യസഭയിൽ സ്തുത്യർഹമായിട്ടുള്ള നിലയിൽ ഒരു ഉത്തമനായിട്ടുള്ള പാർലമെന്റേറിയൻ എന്ന നിലയിൽ പ്രവർത്തിച്ച് ഖ്യാതി നേടിയ ശേഷമാണ്. രാജീവ് ചന്ദ്രശേഖർ കേരള രാഷ്ട്രീയത്തിലേക്ക് വന്നത് 4 വർഷത്തോളം നരേന്ദ്രമോദി സർക്കാരിൽ അഭിമാനകരമായിട്ടുള്ള ഉത്തരവാദിത്വങ്ങൾ വഹിച്ചിട്ടാണ്. അങ്ങനെ വന്ന രാജീവ് ചന്ദ്രശേഖരുമായിട്ട് തുലനം ചെയ്യാൻ കെ മുരളീധരൻ ആയിട്ടില്ല. രാജീവ് ചന്ദ്രശേഖരനെ വിമർശിക്കാൻ കെ മുരളീധരൻ ഇനി ഒരു 5 ജന്മം ജനിക്കേണ്ടി വരും. രാജീവ് ചന്ദ്രശേഖർ അച്ഛന്മാരുടെ തണലിൽ വളർന്നു വന്ന ആളല്ല, കിങ്ങിണിക്കുട്ടനുമായിട്ടല്ല കേരള രാഷ്ട്രീയത്തിലേക്ക് വന്നത് എന്ന് ഇവിടുത്തെ കോൺഗ്രസ് നേതാക്കന്മാരെയും ശിവൻകുട്ടി ഉൾപ്പെടെയുള്ള മന്ത്രിയെയും ഓർമ്മിപ്പിക്കുവാൻ ബിജെപി ആഗ്രഹിക്കുകയാണ്. രാജീവ് ചന്ദ്രശേഖർ കേരളത്തിലേക്ക് വന്നതിന്റെ ഗുണമെന്താണ്? ബിജെപിയുടെ പ്രവർത്തകർക്ക് അതുകൊണ്ടുണ്ടാകുന്ന ഗുണമെന്താണ്? ബിജെപി കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന മാറ്റം എന്താണ് എന്ന് കെ മുരളീധരനും ശിവൻകുട്ടിക്കും അറിയാൻ ഇനി ഒരു 30 ദിവസം കൂടി കാത്തിരുന്നാൽ മതി. ഒരു 30 ദിവസം കൂടി കാത്തിരുന്നാൽ മതി. ഈ കേരള രാഷ്ട്രീയത്തിൽ രാജീവ് ചന്ദ്രശേഖർ ഉണ്ടാക്കുന്ന മാറ്റം നേരിട്ട് അനുഭവിച്ചറിയാൻ സാധിക്കും. അതിനുവേണ്ടിയുള്ള സാവകാശം മാത്രം കെ മുരളീധരനും ശിവൻകുട്ടിയും മന്ത്രി ശിവൻകുട്ടിയും കാണിച്ചാൽ മതിയെന്നാണ് ബിജെപിക്ക് പറയാനുള്ളത്. ഇവിടെ മരണപ്പെട്ടവരുടെ ശവശരീരം വെച്ചിട്ട് രാഷ്ട്രീയം കളിക്കുന്ന ഇവിടുത്തെ കോൺഗ്രസ് നേതാക്കന്മാരോട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്, ശ്രീ കെ മുരളീധരനോട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്, നിങ്ങളുടെ IC ബാലകൃഷ്ണൻ എന്ന് പറയുന്ന MLA ഇന്ന് പ്രതിക്കൂട്ടിലാണ്. ഏത് കേസിലാ പ്രതിക്കൂട്ടിലായിരിക്കുന്ന മിസ്റ്റർ മുരളീധരൻ? നിങ്ങളുടെ IC ബാലകൃഷ്ണൻ MLA ഏത് കേസിലാ പ്രതിക്കൂട്ടിലായിരിക്കുന്നത്? MN വിജയൻ എന്ന് പറയുന്ന വയനാട്ടിലെ DCC ട്രഷറർ, അദ്ദേഹവും അദ്ദേഹത്തിന്റെ മകനായിട്ടുള്ള 38കാരൻ ജിജേഷും ആ ജിജേഷിന്റെ ഭാര്യയും 3 പേരാണ് ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചത്. അതിലെ MN വിജയൻ അതോടൊപ്പം തന്നെ ജിജേഷും ആത്മഹത്യ ചെയ്ത് വിഷം കഴിച്ചു മരിച്ചു. ഇതിന് ഉത്തരവാദി കെ മുരളീധരൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കന്മാരല്ലേ? സാമ്പത്തിക തട്ടിപ്പും അപഹരണവും അവരെ അപമാനിക്കാനും ശ്രമിച്ചതുകൊണ്ടല്ലേ നിങ്ങളുടെ DCC ട്രഷറർ ഉൾപ്പെടെയുള്ളവർ ആത്മഹത്യ ചെയ്തത്? ഇതിനെക്കുറിച്ച് കെ മുരളീധരൻ എന്താ പറയാനുള്ളത്? ഈ കേരളം കേൾക്കാൻ ആഗ്രഹിക്കുക. കെ മുരളീധരൻ അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? തീർന്നില്ലല്ലോ. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഒരു അസാധാരണ പ്രതിഭ ഇന്ന് കോൺഗ്രസിന്റെ പരിപാടിയിൽ പങ്കെടുത്തല്ലോ. രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു MPയുടെ മകളെ അപമാനിച്ച് പീഡിപ്പിച്ച കോൺഗ്രസ് നേതാവ്.
മന്ത്രിമാരുടെയും കോൺഗ്രസ് നേതാക്കന്മാരുടെയും ഭാര്യമാരെയും മക്കളെയും പെൺമക്കളെയും കേരളത്തിൽ ഓടി നടന്ന് അപമാനിച്ചുകൊണ്ടിരിക്കുന്ന നികൃഷ്ടനായിട്ടുള്ള ഒരു വ്യക്തി MLA ആണ്. അയാളെ കൊണ്ട് MLA സ്ഥാനം രാജിവെപ്പിക്കാനുള്ള ചങ്കൂറ്റം ഈ കെ മുരളീധരനോ KPCCക്കോ ഉണ്ടായില്ലല്ലോ. അയാളെ ഇന്നും കോൺഗ്രസ് വേദികളിൽ ചുമന്നുകൊണ്ട് നടക്കുകയില്ലേ ഈ നാണം കെട്ട കോൺഗ്രസ്? എന്നിട്ടാണോ BJPയെ വിമർശിക്കാനായിട്ട് ഈ കോൺഗ്രസ് നേതാക്കന്മാർ വന്നുകൊണ്ടിരിക്കുന്നത്? ഇവർക്ക് എന്താണ് ധാർമ്മികമായ അധികാരം BJPയെ വിമർശിക്കാൻ? നിലമ്പൂരിലെ കോൺഗ്രസ് ഓഫീസിൽ ഒരു പാവപ്പെട്ട സ്ത്രീയെ കൊന്ന് ചാക്കി കെട്ടിവെച്ചത് കെ മുരളീധരൻ മറന്നുപോയോ? ഒരു കോൺഗ്രസ് വനിതാ നേതാവിനെ കൊന്ന് ചാക്കിൽ കെട്ടിവെച്ചത് കെ മുരളീധരൻ മറന്നോ? ഇങ്ങനെ ചാരിത്ര്യ പ്രസംഗം നടത്തരുതേ മുരളീധര, പലതും വിളിച്ചു പറയേണ്ടി വരും. KPCC കോൺഗ്രസിനെ വഞ്ചിച്ച് DIC ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങളുടെ നേതാക്കന്മാർ KPCC ഓഫീസിൽ നടക്കുന്നത് അനാശാസ്യമാണ് എന്ന് പറഞ്ഞ നേതാവിന്റെ പേരും കെ മുരളീധരൻ ഉണ്ണിത്താനും ഒക്കെയാ. അവിടെ വെച്ചിരിക്കുന്ന ബക്കറ്റും വെള്ളത്തിനും എന്തൊക്കെ പരിപ്രേക്ഷ്യമാണ്, KPCC ഓഫീസിൽ വെച്ചിരിക്കുന്ന ബക്കറ്റിനും വെള്ളത്തിനും എന്ത് പരിപ്രേക്ഷ്യമാണ് നിങ്ങളുടെ അന്നത്തെ നിങ്ങൾ നൽകിയത്? നാണമുണ്ടോ നിങ്ങൾക്ക് BJP വിമർശിക്കാൻ? സ്വന്തം പാർട്ടിക്കാരെ കുരുതി കൊടുക്കുന്ന, സ്വന്തം പാർട്ടിക്കാരെ കൊലയ്ക്ക് കൊടുക്കുന്ന, സ്വന്തം പാർട്ടി ഓഫീസ് വ്യഭിചാര കേന്ദ്രമാണ്, KPCC ഓഫീസ് വ്യഭിചാര കേന്ദ്രമാണെന്ന് പറയുന്ന ഈ നേതാക്കന്മാരാണോ BJPയെ വിമർശിക്കാൻ വരുന്നത്? അതുകൊണ്ട് ഞങ്ങളെ വിമർശിക്കാൻ വന്നാൽ ഞങ്ങൾക്ക് പലതും പറയേണ്ടി വരുമെന്ന് കെ മുരളീധരനോടും KPCCയോടും CPMനെയും ഓർമ്മിപ്പിക്കാൻ BJP ആഗ്രഹിക്കുക. ഇനി കമ്മ്യൂണിസ്റ്റുകാർക്കോ 51 വെട്ടുവെട്ടി സ്വന്തം സഖാവിനെ കൊന്നപ്പോ ഈ കമ്മ്യൂണിസ്റ്റുകാരുടെ എന്ത് ന്യായമാ പറയാനുണ്ടായിരുന്നത്? മാഷാ അല്ലാ എന്ന് എഴുതി വെച്ച സ്റ്റിക്കർ ഒട്ടിച്ച കാർ വിട്ടല്ലേ കൊന്നത് TP ചന്ദ്രശേഖരനെ? പിണറായി വിജയനെക്കാളും കരുത്തുറ്റ സഖാവല്ലായിരുന്നോ TP ചന്ദ്രശേഖർ? അദ്ദേഹത്തിനെ കൊന്നില്ലേ നിങ്ങൾ? സ്വന്തം സഖാവല്ലേ? BJPക്കാരും RSS പ്രവർത്തകരും അങ്ങനെ ഏതെങ്കിലും സഹപ്രവർത്തകർക്കെതിരെ ഇത്തരത്തിൽ നീങ്ങിയതായിട്ട് നിങ്ങൾ കേരള ചരിത്രത്തിൽ എന്തെങ്കിലും കാണിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ? ഇന്ത്യയിൽ എന്തെങ്കിലും കാണിക്കാൻ സാധിക്കുമോ? പത്തനംതിട്ടയിലെ അടൂരിൽ DYFI നേതാവ് സഖാവ് ജോയൽ എങ്ങനെയാണ് മരിച്ചത്? സഖാക്കന്മാരെ ശിവൻകുട്ടിയോടാ ചോദിക്കും, മന്ത്രി ശിവൻകുട്ടിയോടാ ചോദിക്കുന്നത്. DYFI നേതാവിനെ കൊടും കൊലപാതകമല്ലേ നടത്തിയത്? പോലീസിനെ കൊണ്ട് കള്ളക്കേസിൽ കുടുക്കി മർദ്ദിപ്പിച്ച് കൊലപ്പെടുത്തിയതല്ലേ DYFI നേതാവിനെ? ആ ശിവൻകുട്ടിയാണോ BJPയുമായിട്ട് നേരിട്ട് ബന്ധമില്ലാത്ത ഒരാൾ ആത്മഹത്യ ചെയ്ത സമയത്ത് ഷോ കാണിക്കുന്നത്? അതിനെ രാഷ്ട്രീയമായിട്ട് നീചമായിട്ട് മുതലെടുക്കാൻ ശ്രമിക്കുന്ന മന്ത്രി ശിവൻകുട്ടി ഇതിനുത്തരം പറയണ്ടേ? CPMന്റെ ഓഫീസിൽ യുവതി ആത്മഹത്യ ചെയ്തത് ഇനി ശിവൻകുട്ടിയെ ഞങ്ങൾ ഓർമ്മിപ്പിക്കണോ? CPMന്റെ ഓഫീസിലല്ലേ ഒരു യുവതി ആത്മഹത്യ ചെയ്തത്? അതുകൊണ്ട് ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ, ഞങ്ങൾക്ക് വേണമെങ്കിൽ ഈ സംഭവങ്ങൾ നടക്കുന്ന സമയത്ത് ആ ശവശരീരങ്ങൾ വെച്ച് CPMനെയും കോൺഗ്രസിനെയും ഞങ്ങൾക്കും ഇതുപോലെ അധിക്ഷേപിക്കാമായിരുന്നു, ആക്ഷേപിക്കാമായിരുന്നു, അപമാനിക്കാമായിരുന്നു. പക്ഷെ മരിച്ചു വീഴുന്ന ഏത് പാർട്ടിക്കാരനാണെങ്കിലും മരിച്ചു വീഴുന്ന പ്രവർത്തകരുടെ ശവശരീരവും ആത്മാവിനെയും വെച്ച് രാഷ്ട്രീയം കളിക്കുന്ന സംസ്കാരം BJPക്കില്ല. അതുകൊണ്ട് BJP ആ നാളുകളിൽ അത് ചെയ്തിട്ടില്ല. BJP കാണിക്കുന്ന മാന്യത തിരിച്ചു കാണിക്കാൻ ജനാധിപത്യപരമായിട്ടുള്ള ഉത്തരവാദിത്വം കേരളത്തിലെ കോൺഗ്രസുകാർക്കും കമ്മ്യൂണിസ്റ്റുകാർക്കും ഉണ്ട്. അത് കാണിക്കാതെ വന്നു കഴിഞ്ഞാൽ BJPക്കും കേരളത്തിൽ പലതും വിളിച്ചു പറയേണ്ടി വരും എന്ന് സഖാക്കന്മാരെയും കോൺഗ്രസുകാരെയും ഓർമ്മിപ്പിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഞങ്ങളുടെ ഏറ്റവും വലിയ മൂലധനം ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പ്രവർത്തകരാണ്. കഴിഞ്ഞ 10-80 വർഷക്കാലമായിട്ട് ലക്ഷക്കണക്കിന് വരുന്ന പ്രവർത്തകർ ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. ആ പ്രവർത്തകരാണ് ഞങ്ങളുടെ പാർട്ടിയുടെ ഏറ്റവും വലിയ മൂലധനം. ആ പ്രവർത്തകർക്ക് വേണ്ടിയാണ് ഈ പാർട്ടി. ആ പ്രവർത്തകരിലൂടെ കേരളത്തെ രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതുകൊണ്ട് ആ പ്രവർത്തകരുടെ ജീവൻ വെച്ച് ഞങ്ങൾ പന്താടാറില്ല.